Welcome back. Now we are going to discuss about provisions or conditions regarding underwriting of shares. ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് അതല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുക. ഈ ക്വസ്റ്റ്യനും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് പ്രൊവിഷൻസ് എന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു വർഷം ചോദിച്ചത് 2023 ചോദിച്ചത് ടേംസ് ഓഫ് ആൻ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റ് എന്നാണ് ചോദിച്ചത്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഫസ്റ്റ് പോയിന്റ്, എ കമ്പനി കനോട്ട് പേ എനി കമ്മീഷൻ ഓൺ ദി ഇഷ്യൂ ഓഫ് ഷെയർസ് അൺലെസ് പെർമിറ്റഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ? അണ്ടർ റൈറ്റിംഗ് മുഖേന സെക്യൂരിറ്റി വിൽക്കാനും അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാനും സാധിക്കുകയുള്ളൂ. Second point, commission cannot be paid to any person for shares or debentures which are not offered to the public for subscription. അണ്ടർറൈറ്റർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാൻ പാടുള്ളൂ. കമ്മീഷൻ കനോട്ട് ബി പെയ്ഡ് ടു എനി പേഴ്സൺ, ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ നോട്ട് ഓഫേർഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് സെക്യൂരിറ്റി വാങ്ങി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്മീഷൻ കൊടുക്കാൻ പാടുള്ളൂ. സ്വന്തം ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാൻ പാടില്ല. തേർഡ് പോയിന്റ്, ദി കമ്മീഷൻ ഈസ് ലിമിറ്റഡ് ടു 5% ഓഫ് ഇഷ്യൂ പ്രൈസ് ഇൻ കേസ് ഓഫ് ഷെയർസ് ആൻഡ് 2.5% ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഷെയറിന് കൊടുക്കാവുന്ന കമ്മീഷൻ 5%, ഇഷ്യൂ പ്രൈസിന്റെ 5%, ഡിബഞ്ചർ ആണെങ്കിൽ അത് 2.5%. However, in practice, SEBI has allowed underwriting commission only at the rate of 2.5% of issue price of equity shares. Securities and Exchange Board of India prescribe ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2.5% ആണ്. നെക്സ്റ്റ് പോയിന്റ്, the amount or rate of commission should be disclosed in prospectus. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുമ്പോൾ ആ വിവരം പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് പ്രോസ്പെക്ടസ്. അപ്പോൾ കമ്മീഷനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദി ഡയറക്ടേഴ്സ് മസ്റ്റ് സ്റ്റേറ്റ് ഇൻ പ്രോസ്പെക്ടസ് ദാറ്റ് അണ്ടർറൈറ്റേഴ്സ് ആർ കേപ്പബിൾ ഓഫ് മീറ്റിംഗ് their obligations under the underwriting contract. പ്രോസ്പെക്ടസിൽ സ്റ്റേറ്റ് ചെയ്യണം, മെൻഷൻ ചെയ്യേണ്ടതാണ് എന്ത്? അണ്ടർറൈറ്റേഴ്സ് ആർ കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ദർ ഒബ്ലിഗേഷൻസ്. അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ അവർ കേപ്പബിൾ ആണ് എന്നുള്ളത് അവിടെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യണം. ഈ കമ്പനീസ് ആക്ട്, അതായത് കമ്പനീസ് റൂൾസ് 2014 സ്റ്റേറ്റ്സ് ദാറ്റ് എ കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore rupees or more shall not pay underwriting commission more than 1% without proper approval of the company by a special resolution. ഇവിടെ 2014 കമ്പനീസ് റൂൾ അനുസരിച്ച് എന്താ പറയുന്നത്? 10 crore അല്ലെങ്കിൽ അതിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നോട്ട് പേ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ മോർ ദാൻ 1%, 1% കൂടുതൽ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല.